ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നത് കേട്ടോ. കുറച്ച് വൈകുന്നേരത്തെ വിശേഷങ്ങളാണ്, അതായത് ഈവനിങ് വ്ളോഗ്. അപ്പോൾ വൈകുന്നേരം എന്ന് പറയുന്നത് നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഓൾറെഡി നമ്മളെ വീടിൻ്റെ മുന്നിൽ നല്ല ഭംഗിയാണ്. വൈകുന്നേരം ആയാൽ കുറേ മക്കളൊക്കെ വന്നിട്ട് നല്ല രസമാണ് കേട്ടോ. അവരെ സംസാരം, സൗണ്ടും അതുപോലെ തന്നെ നല്ലൊരു കാറ്റും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് വീഡിയോ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു, വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങൾ. അപ്പോൾ ഇതാ മോനും മോളും കൂടി അവിടെ കളിക്കുന്നുണ്ട് കേട്ടോ, കുറേ കുട്ടികൾ. അപ്പോൾ അത് കാണാൻ പോവുകയാണേ. അപ്പോൾ ഇപ്പം നെല്ലൊക്കെ കൊയ്തെടുത്തതുകൊണ്ട് പാടൊക്കെ ഫ്രീ ആയിട്ടുണ്ട്. അതുകൊണ്ട് മക്കൾക്ക് കളിക്കാൻ നല്ല സ്ഥലമായിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അവർ റോഡിൽ നിന്നൊക്കെയാണ് കളിക്കൽ. അപ്പോൾ ഇപ്പോൾ അതാ നല്ല സ്ഥലം കിട്ടിയതുകൊണ്ട് മക്കളൊക്കെ വൈകുന്നേരം ഇപ്പോൾ പാടത്താണ് കേട്ടോ കളിയൊക്കെ. അപ്പോൾ കുറേ കുട്ടികൾ വരും കേട്ടോ. എല്ലാ സൈഡിൽ നിന്നുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും, ഇവിടെ ചുറ്റുഭാഗത്തുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ കുറേ കുട്ടികൾ ഇത് അവിടെ പട്ടം പറപ്പിക്കുന്നുണ്ട് കേട്ടോ, ചെറിയ പെൺകുട്ടികൾ. അപ്പോൾ അവർ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്ന പട്ടാണ് കേട്ടോ. നല്ല രസമാണ് ഈ ഒരു കാറ്റത്ത് ഈ ഒരു പട്ടം പറപ്പിക്കുന്നതൊക്കെ നോക്കി നിൽക്കാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. പിന്നെ കുറേ കുട്ടികൾ ഇവിടെ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ, പാടൊക്കെ കൊയ്ത്തൊക്കെ കഴിഞ്ഞാൽ കുട്ടികൾ ഇതേപോലെ കളിക്കാൻ ഇറങ്ങും. കളിച്ചിട്ട് അവിടെ നല്ലൊരു സ്ഥലമായിട്ട് വരും കേട്ടോ. അങ്ങനെ അവർക്ക് കളിക്കാൻ എളുപ്പമായി മാറും. ഇപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, ആ ഒരു നെല്ലിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് കളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇവർ കളിച്ച് ഇതൊക്കെ കറക്റ്റായിട്ട് വരുമ്പോഴേക്കും മഴയൊക്കെ വരും. മഴയൊക്കെ വരുമ്പോഴേക്കും നില കൊയ്തു മറിച്ച് വിത്തൊക്കെ പാകി ഞാറൊക്കെ നട്ട് രണ്ടാമത് വീണ്ടും കൃഷിയൊക്കെ തുടങ്ങും. അപ്പോൾ അവർ സെറ്റാക്കി പ്ലേസൊക്കെ കൊണ്ടുവരുമ്പോഴേക്കും സ്ഥലമൊക്കെ വീണ്ടും വെള്ളത്തിനടിയിലാവും കേട്ടോ. ഇതാണ് കറക്റ്റായിട്ട് ഇവിടെ സംഭവിക്കാറ് കേട്ടോ. എല്ലാ വർഷവും ഇവർ കളിച്ച് നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് തുടങ്ങി വരുമ്പോഴേക്കും മഴയും കാര്യമൊക്കെ ആവും. എല്ലാ വർഷമുള്ള പതിവാണ് കേട്ടോ അത്. പക്ഷേങ്കിൽ ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഞാൻ വീട്ടിൽ നിന്നാണ് കേട്ടോ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. മോള് പോയിട്ട് എടുത്തു പോയിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അതാ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. വൈകുന്നേരം ആയാൽ പിന്നെ ഇങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട്. നിങ്ങളെ നാട്ടിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടോ? ഇങ്ങനത്തെ സ്ഥലമൊക്കെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോസ് എന്ന് പറയുന്നത് അധികം ആളുകളിലേക്കൊന്നും എത്താറില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എങ്കിൽ മാത്രമേ യൂട്യൂബ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുള്ളൂ നമ്മളെ വീഡിയോ. അപ്പോൾ അതാ മക്കളൊക്കെ കളി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞാൻ എന്തെങ്കിലും സ്നാക്ക് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ മൈസൂർ പഴം ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒരാഴ്ചയൊക്കെ ആയിട്ടത് വെട്ടിയിട്ട് ഇപ്പോൾ അതാ കുറേശ്ശെ ഇങ്ങനെ പഴുത്ത് വരുന്നുള്ളൂ. പഴുക്കുന്നത് എൻ്റെ മക്കൾ കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് പഴം എടുത്തിട്ട് സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതാ 9 പീസ് ഒരു പഴം എടുത്തിട്ടുണ്ട്. ഈ ഒരു പഴം മൊത്തം നമ്മളൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മൈസൂർ പഴം വെച്ചിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഈ സ്നാക്കിൻ്റെ റെസിപ്പി ഞാൻ സെപ്പറേറ്റ് ഇട്ടാൽ അത് കാണാൻ ആരും ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു വ്ളോഗിൻ്റെ ഇടയിൽ കൂടെ അത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ, മറ്റുള്ളവർക്ക് ഉപകാരമാവട്ടെ. അപ്പോൾ അതാ ഇതിലേക്ക് ഇനി 1 ടീസ്പൂണോളം ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 4 പീസ് ഏലക്കായും കൂടിയും ചേർക്കുന്നുണ്ട്. മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടിയും ചേർക്കുക. ഇനി ഇതിലേക്ക് ഒരു മുട്ട ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ പാലോ വെള്ളമോ ഒന്നും തന്നെ ചേർക്കരുത് കേട്ടോ. ഈ ഒരു പഴവും മുട്ടയും മാത്രമായിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ തന്നെ ഞാൻ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ചേരുവകളൂടി ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് മൈദപ്പൊടിയും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഗോതമ്പാണ് എടുത്തത്. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് അളവിൽ റവ ചേർക്കുന്നുണ്ട്. പിന്നെ അതാ നമ്മൾ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ചേർത്തിട്ടുണ്ട് കേട്ടോ, അപ്പക്കാരം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി നോക്കുക. നിങ്ങൾക്ക് എത്രത്തോളം ലൂസ് ഉണ്ടോ അതിനനുസരിച്ച് പിന്നെ പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന റവ വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി നോക്കിയപ്പോൾ കുറച്ച് ലൂസാണ്. അതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1/2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയും 1/2 കപ്പ് റവയുമാണ് നമ്മൾ ഈ ഒരു സ്നാക്കിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. നല്ലൊരു ഭംഗിക്കും ടേസ്റ്റിനും വേണ്ടിയിട്ട് 2 ടീസ്പൂണ് നമ്മുടെ എള്ളില്ലേ, കറുത്ത എള്ള്, അതാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ.
ഇനി ഇതെല്ലാം കൂടി നമ്മൾ കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് ഇത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ എന്ന് പറയുന്നത് കുറച്ചൊരു ലൂസിലാണ് മാവ് വേണ്ടത്, ഓവറായിട്ടല്ല, കുറച്ചൊരു ലൂസിൽ കേട്ടോ. നമ്മുടെ പൂരിക്കൊക്കെ മാവ് കുഴക്കൂലേ അതിനേക്കാളും ലൂസിലാണ് കേട്ടോ വേണ്ടത്. എങ്കിൽ മാത്രമേ ഈ റവയൊക്കെ വെള്ളമൊക്കെ കറക്റ്റായിട്ട് വലിച്ചെടുത്തിട്ട് ഇത് സെറ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് സെറ്റായി കിട്ടാൻ വേണ്ടി നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കുക. ആ ഒരു ടൈമിൽ നമുക്ക് പോയിട്ട് ചെടിയൊക്കെ വെള്ളം ഒഴിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ അത് കുറ്റി കുരുമുളകാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുറ്റി കുരുമുളക്, അതുപോലെ കറ്റാർ വാഴയൊക്കെ. അപ്പോൾ ഇപ്പോൾ നട്ടിട്ടേ ഉള്ളൂ കേട്ടോ അതൊക്കെ. പിന്നെ അതാ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനൊക്കെ വെള്ളം നനച്ചിട്ട് വരാം. അപ്പോഴേക്കും നമ്മുടെ സ്നാക്കിൻ്റെ മിക്സൊക്കെ നന്നായിട്ട് റെഡി ആയിട്ട് വന്നോളൂ. ചെടികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ പണ്ടൊക്കെ. പക്ഷേ പിന്നെ അതിനോടുള്ള ഇൻട്രസ്റ്റും കാര്യമൊക്കെ പോയി, അതൊക്കെ പോയി. ഇപ്പോൾ വീടൊക്കെ വെച്ചപ്പം ഇക്കാക്കും എൻ്റെ ഉമ്മാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെടീൻ്റെ ഭ്രാന്താണ് കേട്ടോ എൻ്റെ ഉമ്മക്ക് ചെടീൻ്റെ ഷോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതാ ഉമ്മ കൊണ്ടുവന്ന ചെടികളാണ് കേട്ടോ. ഇത് മൊത്തം ഹൗസ് വാമിങ്ങിന് കൊണ്ടുവന്നതാണ്. ഇപ്പം ഞാൻ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ കുറച്ചൊക്കെ ചെടിയും ചട്ടിയൊക്കെ കൊണ്ടുവന്നിട്ട് അങ്ങനെ കുറച്ച് ചെടികളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഡെയിലി വെള്ളം ഒഴിച്ച് കൊടുക്കണം, അതിന് പ്രാണികളോ വല്ലതോ വരുന്നുണ്ടോ നോക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കതൊക്കെ ഭയങ്കര മടിയുള്ള കാര്യമാണ്. എങ്കിലും ഇക്കാൻ്റെയും ഉമ്മാൻ്റെയും ഒക്കെ ഇഷ്ടം കണക്കിലെടുത്ത് ഞാനും ഇതിനെ സ്നേഹിച്ച് തുടങ്ങി കേട്ടോ. ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെടികളൊക്കെ നിറയെ മുറ്റത്ത് ഉണ്ടാവുന്നതൊക്കെ. അങ്ങനെ ആ ചെടികളെ വെള്ളം നനക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും ഏകദേശം ഒരു 10-15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മക്കളൊക്കെ കളിച്ച് വരാനായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് പോയിട്ട് നമ്മുടെ സ്നാക്കൊക്കെ റെഡിയാക്കി തുടങ്ങാം. ഇപ്പോൾ ഇതാ നമ്മളെ റവയൊക്കെ ഈ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് വലിച്ചെടുത്ത് നല്ല കറക്റ്റായിട്ടുള്ള മാവായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഇതേപോലെ ബോൾസ് ആക്കിയിട്ട് വേണമെങ്കിൽ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വടൻ്റെ ഷേപ്പിലാക്കിയിട്ട് അങ്ങനെയും എടുക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കയ്യിൽ ഒട്ടുന്ന പോലെ ഉണ്ടെങ്കിൽ നമ്മൾ അതേപോലെ കുറച്ച് വെള്ളം എടുത്തിട്ട് 2 കൈയിലും ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു മാവ് എടുത്തിട്ട് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. കയ്യിലൊന്ന് ഒട്ട് പിടിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ അതാ ഞാൻ ഇതേപോലെ ഒരു വടൻ്റെ ഷേപ്പിലാണ് ആക്കി കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നല്ല ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിതാ എണ്ണ ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള സ്നാക്കാണ് കേട്ടോ. നമ്മൾ ഇതേപോലെ വടൻ്റെ ഷേപ്പിലൊക്കെ ആക്കി കൊടുക്കുമ്പോൾ മക്കൾ വിചാരിക്കുന്നത് ഡോണറ്റ്സ് ആണ് എന്നൊക്കെയാണ്. അപ്പോൾ പെട്ടെന്ന് കഴിക്കും കേട്ടോ. അപ്പോൾ മോന് വന്നിട്ട് പറയുന്നുണ്ട് ഇത് ഡോണറ്റ്സ് അല്ല, ഡോണറ്റ്സുമ്മൽ സ്പ്രിങ്കിൾസും അതുപോലെ ക്രീമും ചോക്ലേറ്റൊക്കെ ആവണം, ഇത് അതൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വാശി പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇത് വേറെ ഡോണറ്റാണ് എന്ന് പറഞ്ഞിട്ട് അവൻ ചായയും സ്നാക്കൊക്കെ നന്നായിട്ട് കഴിച്ചു മക്കളൊക്കെ കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഫസ്റ്റിലെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഈസി ആയിട്ടുള്ള ചെറുപഴം വെച്ചിട്ടുള്ള സ്നാക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള സ്നാക്കൊക്കെ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ല ഇത്രയും അധികം എന്തിനാണ് റെഡിയാക്കിയതെന്ന്. ഞാൻ എല്ലാവർക്കും കൊടുക്കും കേട്ടോ, അവിടെ അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കും. ചെറിയ മക്കളൊക്കെ ഉണ്ട് അവർക്കൊക്കെ കൊടുക്കും കേട്ടോ സ്നാക്ക്. അങ്ങനെ ആകുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടമാവും. നമ്മൾക്ക് ആണെങ്കിൽ ചെറുപഴം വീട്ടിലുള്ളതുകൊണ്ട് അത് വേസ്റ്റാക്കി കളയണ്ടല്ലോ, അത് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താണ് നമ്മളെ കയ്യിലുള്ളത് എന്ന് വെച്ചിട്ട് അത് വെച്ചിട്ടാണ് ഞാൻ മാക്സിമം കുക്കിങ്ങൊക്കെ ചെയ്യാൻ ശ്രമിക്കാറ് കേട്ടോ. പുറത്തുനിന്ന് കൂടുതലായിട്ട് വാങ്ങിക്കാതെ നമ്മുടെ കയ്യിൽ എന്താണുള്ളത് അത് വെച്ചിട്ട് ചെയ്യാനാണ് ശ്രമിക്കാറ്. അങ്ങനെ അതാ സ്നാക്കുകളൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ മക്കൾ വന്ന് ചായയൊക്കെ കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഈവനിങ് വ്ളോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നല്ല നല്ല വീഡിയോസുകളുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.